കാര്യം ഇവിടെ വെക്കണേ. എന്റെ കയ്യില് ചില്ലറയില്ല. അവരോട് പോയിട്ട് അടുത്ത ശനിയാഴ്ച വരാൻ പറ. ഇവര് നീ ഉദ്ദേശിക്കുന്ന പോലുള്ള ആൾക്കാരല്ല. പിന്നെ അഗതികളാണ് അഗതികൾ. ഈ അഗതികൾക്ക് ഇനി സ്വാമി മാത്രമേ ആശ്രയമായിട്ടുള്ളൂ, അല്ലേ? ഏത് സ്വാമി? ഈ സ്വാമി അല്ലേ? നീ എന്തൊക്കെയാ പറയുന്നത്? സ്വാമി ഇനി ഒന്നേ പറഞ്ഞുതരാം. അതെ, ലക്ഷങ്ങളുടെ വകയായി നിൽക്കുന്നത്. ഈ പിച്ചക്കാരാ? പിച്ചക്കാരോ? ഇവരൊക്കെ പിച്ചക്കാരാണെന്നാ നിന്റെ വിചാരം? പിന്നെ സർക്കാർ ആശുപത്രിയിലെ രോഗികളാ. അവരെന്തിനാ ഇവിടെ വന്നിരിക്കുന്നത്? സർക്കാർ ഡോക്ടർമാർ വഴി സമരത്തിലല്ലേ? കംപ്ലീറ്റ് രോഗികൾ പ്രൈവറ്റ് ആശുപത്രിയിലേക്ക് പോകാൻ നിൽക്കുക. ആ പുറത്ത് നിൽക്കുന്നതേ ഒരൊറ്റ വാർഡിലെ രോഗികളാ. ഇനി കൊണ്ടൊരു പൂരത്തിലുള്ള ആള് വേറെ. ഇവരെയൊക്കെ നീ എന്തിനാ ഇങ്ങോട്ട് കെട്ടിയെടുത്തിരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. പറഞ്ഞു തരാ. ആ ഗുരുവായൂർ സംഭവത്തിന് ശേഷം നിനക്കെന്തോ ദിവ്യത്വം കൈ വന്നിട്ടുണ്ടെന്ന് നാട്ടിൽ മൊത്തം പാട്ടായിരിക്കും. കർപ്പൂരം കൊടുത്ത് കിളവന്റെ ദീനം മാറ്റുന്നു, മുറിയിലെ വിളക്കണഞ്ഞത് മുറ്റത്ത് നിന്ന് അറിയുന്നു. ഇതൊക്കെ ഞാനിപ്പോ സ്റ്റാൻഡിൽ നിന്ന് പ്രസംഗിച്ചിട്ടാ വരുന്നത്. നീ ആ ദ്വാരത്തിൽ കൂടി പോയത് കേട്ടപ്പോ നാട്ടുകാർ മുഴുവൻ അങ്ങ് കോരി തിരിച്ചു പോയില്ലേ? ആ കിളവന് കൊടുത്ത പോലെ എന്തെങ്കിലും കൊടുത്ത് ഇവരുടെ ദീനം മാറിയാൽ പിന്നെ നീ നാട്ടിൽ ആരാ വാർത്ത? ആരാ? ദിവ്യനല്ലേ, ദിവ്യൻ. അഗതികൾക്കായി നമുക്കൊരു ആശ്രമം തുടങ്ങാം. നീ മഠാധിപതി സ്വാമി പാർത്ഥാനന്ദ തിരുവടികൾ. കൈ ചുരുട്ടി ഞാനൊന്ന് തന്നാണ്ടല്ലോ. നീ നിന്തിരുവടിയല്ല വടിയായി പോവുമാ. എന്നാ പൊട്ടീരടാ, പൊട്ടീര്. രക്ഷപ്പെടാൻ ഒരു മാർഗം പറഞ്ഞത് എനിക്ക് തന്നെ പൊട്ടീര്. നാട്ടുകാരെ അന്നാക്കി നടന്നോ നീ? ആകെ കൂടിയുള്ളത് ആ കട്ട വണ്ടിയാ. ഇപ്പൊ തന്നെ എഞ്ചിൻ പണി 8 പ്രാവശ്യം കഴിഞ്ഞു. എടാ, നമുക്ക് ആ പൂങ്കൊടി കെട്ടിച്ചു വിടണ്ടേ? തറവാട് തിരിച്ചു വാങ്ങണ്ടേ? ആ കള്ള തമ്പിയോടും മകളോടും പ്രതികാരം ചെയ്യണ്ടേ? പിന്നെ ഇതിനൊക്കെ ചങ്കുറ്റം മാത്രം പോരാ, കയ്യിലൊരു സാധനം കൂടി വേണം. പണം. കേട്ടിട്ടില്ലേ? പണത്തിന് മീതെ പരുന്തും പറക്കൂല. കാറ്റ് വീശുമ്പോ തൂറ്റാൻ പഠിക്കണോടാ, അതാണ് ബുദ്ധി. വേണമെങ്കിൽ വേണ്ട, ഞാനിപ്പോ തന്നെ അവിടെ പറഞ്ഞു വിട്ടേക്കാം. അതെ, നിന്റെ ഐഡിയ ഒക്കെ കൊള്ളാം. പക്ഷേ എന്തു പക്ഷേ? അല്ല, ഈ ആശ്രമവും മഠാധിപതി എന്നൊക്കെ പറയുമ്പോ അതിനൊരു പ്രായവും പക്വതയൊക്കെ വേണ്ടേ? അയ്യോ, ഒരു പ്രായവും പക്വതയും വേണ്ട. രാഷ്ട്രീയത്തിൽ ക്ലച്ച് പിടിക്കാത്തവൻ, സിനിമയിൽ ചാൻസ് ഇല്ലാത്തവൻ, എന്തിനധികം തേരാപ്പാര തെണ്ടിത്തിരിഞ്ഞ് നടക്കുന്നവരെ മഠാധിപതികളാവുന്നില്ലേ? പിന്നെ നിനക്കായാലെന്താ? ഒന്നുമില്ലെങ്കിൽ നിനക്ക് വിദ്യാഭ്യാസമില്ലേ? അതൊക്കെ എന്റെ പേരെന്താ പറഞ്ഞത്? സ്വാമി പാർത്ഥാനന്ദ തിരുവടികൾ. അപ്പൊ നിന്റെ പേരോ? സുലൈമാൻ റാവുത്തർ. അല്ല, അത് ശരിക്കുള്ള പേര്? ഓ, സ്വാമി സുലൈമാൻ സ്വാമി. ഓ, ഈ അയ്യപ്പനും വാവരും എന്നൊക്കെ പറയുന്ന പാർത്തനും സുലൈമാനും.